ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. ചാലക്കുടി നഗരസഭയുടെ അന്തിമ ടൗൺ മാസ്റ്റർ പ്ലാൻ നഗരസഭയ്ക്ക് കൈമാറി. ഇതോടെ നഗരസഭ അതിർത്തിക്കുള്ളിലെ മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങളും വികസന പദ്ധതികളും നടപ്പിലാക്കുക ഈ മാസ്റ്റർ പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ. തൊഴിൽ രഹിതരായ യുവതിയുവാക്കൾക്ക് തൊഴിൽ ലഭിക്കുന്നതിനായി ആഴ്ചതോറും ജോബ് ഡ്രൈവ് നടത്തുമെന്ന് ജില്ലാ എംപ്ലോയ്മെന്റ് അധികൃതർ. ആദ്യപടിയായി ഫെബ്രുവരി 29-ന് മാള കാർമൽ കോളേജിൽ നിയുക്തി ജോബ് ഫെയർ സംഘടിപ്പിക്കും. കൊടകരയിൽ സ്കൂട്ടർ നിയന്ത്രണം വിട്ടിടിച്ച് മറിഞ്ഞ് സ്കൂട്ടർ യാത്രികനായ വിദ്യാർത്ഥി മരിച്ചു. തൃക്കൂർ മെച്ചൂർ വീട്ടിൽ സുരേഷ് കുമാറിന്റെ മകൻ കൃഷ്ണപ്രസാദാണ് മരിച്ചത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ചാലക്കുടി നഗരസഭയുടെ അന്തിമ ടൗൺ മാസ്റ്റർ പ്ലാൻ നഗരസഭയ്ക്ക് കൈമാറി. ജില്ലാ ടൗൺ പ്ലാനർ TK രാജീവ് നഗരസഭാ ചെയർമാൻ എബി ജോർജിനാണ് കൈമാറിയത്. ഇതോടെ നഗരസഭ അതിർത്തിക്കുള്ളിലെ മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങളും വികസന പദ്ധതികളും ഈ മാസ്റ്റർ പ്ലാനിന്റെ അടിസ്ഥാനത്തിലാണ് നടപ്പിലാക്കുക. കഴിഞ്ഞ ദിവസം സർക്കാർ ഗസറ്റിൽ വിജ്ഞാപനം ചെയ്ത ചാലക്കുടി ടൗൺ മാസ്റ്റർ പ്ലാൻ ജില്ലാ ടൗൺ പ്ലാനർ TK രാജീവ് നഗരസഭാ ചെയർമാൻ എബി ജോർജിന് കൈമാറി. 12 വർഷത്തോളം നീണ്ട പ്രവർത്തനങ്ങൾക്കൊടുവിൽ അന്തിമമായി കൗൺസിൽ ഐക്യകണ്ഠേന അംഗീകരിച്ച് സമർപ്പിച്ച മാസ്റ്റർ പ്ലാൻ കഴിഞ്ഞ മാസം സർക്കാർ അംഗീകരിച്ച് അനുമതിയായെങ്കിലും ഇപ്പോൾ ഗസറ്റ് വിജ്ഞാപനമായതോടെയാണ് പ്രാബല്യത്തിലായത്. ഇതോടെ നഗരസഭ അതിർത്തിക്കുള്ളിലെ മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങളും വികസന പദ്ധതികളും ഈ മാസ്റ്റർ പ്ലാനിന്റെ അടിസ്ഥാനത്തിലാണ് നടപ്പിലാക്കുക. നഗരസഭ രൂപം കൊണ്ട കാലത്ത് തയ്യാറാക്കിയ 2 DTP സ്കീമുകളും ഇതോടെ ഇല്ലാതാവുകയും ചെയ്തു. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് അംഗീകരിച്ച് പ്രസിദ്ധീകരിച്ച കരട് മാസ്റ്റർ പ്ലാനിനെ സംബന്ധിച്ച് വ്യാപകമായ ആക്ഷേപങ്ങൾ ഉണ്ടാവുകയും ഇതിനെ തുടർന്ന് ഈ കൗൺസിൽ അധികാരത്തിൽ വന്നതിന് ശേഷം പൊതുജനങ്ങളിൽ പരാതികൾ സ്വീകരിക്കുകയും ലഭിച്ച് 1539 പരാതികളിൽ തീർപ്പ് കൽപ്പിച്ചതിനെ തുടർന്നാണ് അന്തിമ മാസ്റ്റർ പ്ലാനിന് കൗൺസിൽ അംഗീകാരം നൽകിയത്. കൗൺസിൽ അംഗീകരിച്ച് ചീഫ് ടൗൺ പ്ലാനർ വഴി സർക്കാരിന് സമർപ്പിച്ച അന്തിമ മാസ്റ്റർ പ്ലാൻ ഗവർണർ ഒപ്പുവെച്ചതിന് ശേഷം ഗസറ്റിൽ വിജ്ഞാപനം ചെയ്യുകയായിരുന്നു. ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോർജ് തോമസ്, ദീപു ദിനേശ്, ജിജി ജോൺസൺ, സൂസമ്മ ആന്റണി, സൂസി സുനിൽ, ഷിബു വാലപ്പൻ, CS സുരേഷ്, BO പൈലപ്പൻ, ബിജു S ചിറയത്ത്, KV പോൾ, C ശ്രീദേവി, നിത പോൾ, റോസി ലാസർ, എഞ്ചിനീയർ MK സുഭാഷ് എന്നിവർ പ്രസംഗിച്ചു. മീഡിയ ടൈം, ചാലക്കുടി. തൊഴിൽ രഹിതരായ യുവതിയുവാക്കൾക്ക് തൊഴിൽ ലഭിക്കുന്നതിനായി ആഴ്ചതോറും ജോബ് ഡ്രൈവ് നടത്തുമെന്ന് ജില്ലാ എംപ്ലോയ്മെന്റ് അധികൃതർ. മാളയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അധികൃതർ ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ആദ്യപടിയായി ഫെബ്രുവരി 29-ന് മാള കാർമൽ കോളേജിൽ നിയുക്തി ജോബ് ഫെയർ സംഘടിപ്പിക്കും. സ്വകാര്യ മേഖലയിലെ തൊഴിൽ ദാതാക്കളുമായി സഹകരിച്ച് തൊഴിൽ രഹിതരായ യുവതിയുവാക്കൾക്ക് തൊഴിൽ ലഭിക്കുന്നതിനായി ആഴ്ചതോറും ജോബ് ഡ്രൈവ് നടത്തുമെന്ന് ജില്ലാ എംപ്ലോയ്മെന്റ് അധികൃതർ മാളയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഗവൺമെന്റിന്റെ വലിയൊരു പ്രോജക്റ്റാണിത്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി കോളേജുകളോട് ടൈപ്പായി ഇതുപോലെ മെഗാ ജോബ് ഫെയർ നടത്തി കുട്ടികൾക്ക് എല്ലാ തരത്തിലുള്ള കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ മാത്രമല്ല SSLC, +2, ഡിഗ്രി, PG, ITI, ഡിപ്ലോമ, BTech എല്ലാ ഫീൽഡുകളിൽ നിന്നുള്ള കുട്ടികൾക്കും കൂടി ഈ ഒരു ജോബ് ഫെയറിൽ പങ്കെടുത്ത് അവർക്ക് ഏത് തൊഴിലിലേക്കാണോ അഭിമുഖ്യമുള്ളത് അതിലേക്കുള്ള ഒരു അവസരമായിട്ടാണ് ഈ മെഗാ ജോബ് ഫെയർ ഇപ്പോൾ നമ്മൾ സംഘടിപ്പിക്കുന്നത്. 3 മാസത്തിലൊരിക്കൽ മെഗാ തൊഴിൽ മേളകൾ സംഘടിപ്പിച്ചും തൊഴിൽ ദാതാക്കൾക്കും തൊഴിൽ അന്വേഷകർക്കും ആവശ്യമായ സേവനങ്ങൾ എംപ്ലോയബിലിറ്റി സെന്ററുകൾ വഴി നൽകാനാണ് തീരുമാനം. ഇതിന്റെ ഭാഗമായി തൃശൂർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ആൻഡ് എംപ്ലോയബിലിറ്റി സെന്ററിന്റെയും മാള കാർമൽ കോളേജിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഫെബ്രുവരി 29-ന് മാള കാർമൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന നിയുക്തി ജോബ് ഫെയർ സംഘടിപ്പിക്കും. 10ാം ക്ലാസ് മുതൽ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതകളുള്ള എല്ലാവർക്കും ഈ തൊഴിൽ മേളയിൽ പങ്കെടുക്കാവുന്നതാണ്. ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ, സർട്ടിഫിക്കറ്റ് എന്നിവയുടെ കോപ്പികൾ കൊണ്ടുവരേണ്ടതാണ് എന്നും അധികൃതർ അറിയിച്ചു. ആരംഭിച്ചിട്ടുള്ള സ്ഥാപനങ്ങളാണ് ജില്ലാ എംപ്ലോയബിലിറ്റി സെന്ററുകൾ. നമ്മുടെ 11 ജില്ലകളിൽ നമുക്ക് എംപ്ലോയ്മെന്റ് വകുപ്പിന് എംപ്ലോയബിലിറ്റി സെന്ററുകളുണ്ട്. നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ നമ്മുടെ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനോടനുബന്ധിച്ച് തന്നെ എംപ്ലോയബിലിറ്റി സെന്റർ ഉണ്ട്. തൃശ്ശൂർ ജില്ലാ എംപ്ലോയബിലിറ്റി സെന്റർ ഉണ്ട്. ഇതിൻ്റെ ഉദ്ദേശം നമ്മൾ നേരത്തെ പറഞ്ഞു.
അതുമാത്രമല്ല എംപ്ലോയബിലിറ്റി സെൻ്ററുകളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ യുവജനതയെ തൊഴിൽ സജ്ജരാക്കുക എന്ന് മാത്രമല്ല, നമുക്ക് നമ്മുടെ സംസ്ഥാനത്ത് വലിയൊരു പൊട്ടൻഷ്യൽ ഉണ്ട്. അതായത് സ്വകാര്യ മേഖലകളിലെ തൊഴിലവസരങ്ങൾ എന്ന് പറയുന്ന ഒരു വലിയൊരു പൊട്ടൻഷ്യൽ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. വാർത്താ സമ്മേളനത്തിൽ തൃശൂർ ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ സമീറ NV, ഷാജു ലോനപ്പൻ, കാർമൽ കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ കൊച്ചു ത്രേസ്യ, പ്രിറ്റി ജോൺ എന്നിവർ സംബന്ധിച്ചു. മീഡിയ ടൈം മാള. കൊടകരയിൽ സ്കൂട്ടർ നിയന്ത്രണം വിട്ട് ഇടിച്ചുമറിഞ്ഞ് സ്കൂട്ടർ യാത്രികനായ വിദ്യാർത്ഥി മരിച്ചു. തൃക്കൂർ മെച്ചൂർ വീട്ടിൽ സുരേഷ് കുമാറിന്റെ മകൻ കൃഷ്ണപ്രസാദാണ് മരിച്ചത്. ചാലക്കുടി നിർമ്മല കോളേജിലെ 3ാം വർഷ വിദ്യാർത്ഥിയാണ് മരിച്ച കൃഷ്ണപ്രസാദ്. ദേശീയപാത കൊടകരയിൽ പഴയ ബിവറേജസ് കടയുടെ മുന്നിൽ ചൊവ്വാഴ്ച വൈകിട്ട് 4:30 മണിയോടെയായിരുന്നു അപകടം. ചാലക്കുടി ഭാഗത്തു നിന്നും പുതുക്കാട് ഭാഗത്തേക്ക് പോകുകയായിരുന്നു. അപകടം നടന്ന ഉടനെ കൃഷ്ണപ്രസാദിനെ കൊടകരയിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തിനെ കറൂറ്റിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാലക്കുടി നിർമ്മല കോളേജിലെ 3ാം വർഷ വിദ്യാർത്ഥിയാണ്. മീഡിയ ടൈം കൊടകര. ആധുനിക വാതക ശ്മശാനമായ നിദ്ര പെരിഞ്ഞനം പഞ്ചായത്തിൽ തുറന്നു. MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം നടത്തിയ ശ്മശാനത്തിന് വൈതരണികൾ നിരവധി താണ്ടിയാണ് തുറന്നു പ്രവർത്തിക്കാൻ സാധിച്ചത്. ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ നിദ്ര ET ടൈസൺ MLA തുറന്നു നൽകി. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിന്റെ ആധുനിക വാതക ശ്മശാനം നിദ്ര പ്രവർത്തനം ആരംഭിച്ചു. കനോലി കനാലിന്റെ പരിസരത്ത് 60 സെന്റ് സ്ഥലത്ത് ET ടൈസൺ MLAയുടെ വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 50 ലക്ഷം രൂപ ഉപയോഗിച്ച് കെട്ടിടവും LPG ക്രിമീഷൻ ഫർണസ് ഉൾപ്പെടെ മെഷീനറികളടക്കം വാതക ശ്മശാനം നിർമ്മാണം പൂർത്തീകരിച്ചത്. കൂടാതെ ഈ പ്രദേശത്തേക്ക് എത്തിച്ചേരുന്നതിന് ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർണ്ണമായും ടൈൽ വിരിച്ച് റോഡ് നിർമ്മാണവും പൂർത്തീകരിച്ചിരുന്നു. വൈദ്യുതി അടക്കം ഗ്യാസ് സിലിണ്ടർ നേരത്തെ തയ്യാറായിരുന്നുവെങ്കിലും ജനറേറ്റർ സ്ഥാപിക്കാൻ വൈകിയിരുന്നു. ആഴ്ചകൾക്ക് മുൻപ് മണപ്പുറം ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ ജനറേറ്റർ സ്ഥാപിച്ചു. പൊല്യൂഷൻ കൺട്രോൾ സർട്ടിഫിക്കറ്റും ലഭ്യമായതോടെ ഇന്ന് നിദ്രവാതക ശ്മശാനത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ET ടൈസൺ MLA, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരീജ, പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ്, വൈസ് പ്രസിഡന്റ് NK അബ്ദുൾ നാസർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ സന്നിഹിതരായി. മീഡിയ ടൈം പെരിഞ്ഞനം. മാള ഗ്രാമപഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ ലോക മാതൃഭാഷ വാരാഘോഷത്തോടനുബന്ധിച്ച് ഭാഷാ സാംസ്കാരിക പരിപാടി സംഘടിപ്പിച്ചു. മാളവി സാഹിത്യ കൂട്ടായ്മയാണ് ഭാഷാ സാംസ്കാരിക പരിപാടി സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. ലോക മാതൃഭാഷാ വാരാഘോഷത്തോടനുബന്ധിച്ച് മാള ഗ്രാമപഞ്ചായത്തിന്റെ വിപുലമായ പരിപാടികളാണ് ഒരുക്കിയത്. മാളവി സാഹിത്യ കൂട്ടായ്മ അംഗങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടികൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നബീസത്ത് ജലീൽ അധ്യക്ഷത വഹിച്ചു. മാധ്യമപ്രവർത്തകൻ ശ്രീധരൻ കടലായി മുഖ്യപ്രഭാഷണം നടത്തി. പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ മാതൃഭാഷ പ്രതിജ്ഞയെടുത്തു. തുടർന്ന് കുടുംബശ്രീ വനിതകളുടെ കവിതാ വായന മത്സരവും മോഹൻ മച്ചാട്ട് സംഘടിപ്പിച്ച പഴഞ്ചൊല്ല് മത്സരവും നടന്നു. കവിതാ വായന മത്സരത്തിൽ രജിത സന്തോഷ് 1ാം സ്ഥാനം നേടി. പഴഞ്ചൊല്ല് മത്സരത്തിൽ CI നൌഷാദ്, അനിത ജയരാജ്, പ്രീതി വിജയൻ, രജിത സന്തോഷ് എന്നിവർ 1ാം സ്ഥാനം പങ്കിട്ടു. വികസനകാര്യം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ഭരണസമിതി അംഗങ്ങൾ, പഞ്ചായത്ത് സെക്രട്ടറി KJ രാജു, CT ഗോകുൽനാഥ്, സുരേഷ് അന്നമനട എന്നിവർ സംസാരിച്ചു. കുടുംബശ്രീ അംഗങ്ങൾ, PSC പഠിതാക്കൾ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ, മാളവി സാഹിത്യ കൂട്ടായ്മ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്ത പരിപാടിയിൽ KC വർഗീസ്, ലൈബ്രറിയൻ അനീഷ് PV എന്നിവരും സംസാരിച്ചു. മീഡിയ ടൈം മാള. കൊടുങ്ങല്ലൂരിലെ മേത്തലയിൽ JCB ഉപയോഗിച്ച് മണ്ണെടുക്കുന്നതിനിടയിൽ പരിക്കേറ്റ മൂർഖൻ പാമ്പിനെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി. പാമ്പിനെ കൊടുങ്ങല്ലൂർ വെറ്റിനറി ആശുപത്രിയിൽ എത്തിച്ചു. നട്ടെല്ലിന് ഗുരുതരമായി പരിക്കേറ്റ പാമ്പിനെ വെറ്റിനറി സർജൻ ഡോക്ടർ സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയത്. ഇന്ന് രാവിലെ 11:30 മേത്തല കൊന്നച്ചുവടിന് സമീപം വഴി ശരിയാക്കുന്നതിനിടയിലാണ് JCBയുടെ ലോഡർ ബക്കറ്റ് തട്ടി പുല്ലാനി മൂർഖന് പരിക്കേറ്റത്. തുടർന്ന് പരിസ്ഥിതി പ്രവർത്തകനായ താഹിർ അഴീക്കോട് പാമ്പിനെ കൊടുങ്ങല്ലൂർ വെറ്റിനറി ആശുപത്രിയിൽ എത്തിച്ചു. നട്ടെല്ലിന് ഗുരുതരമായി പരിക്കേറ്റ പാമ്പിന് വെറ്റിനറി സർജൻ ഡോക്ടർ സന്തോഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ ഡോക്ടർമാരായ ഗൗതം, കാവ്യ, ഹർഷ, കീർത്തന, ജിൻസി, സ്നേഹ എന്നിവരടങ്ങിയ സംഘം ശസ്ത്രക്രിയ നടത്തി. വിദഗ്ധ ചികിത്സയ്ക്കായി പാമ്പിനെ മണ്ണൂത്തി വെറ്റിനറി സർവകലാശാലയിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി വനം വകുപ്പിന് കൈമാറി. മീഡിയ ടൈം കൊടുങ്ങല്ലൂർ. ഇനി നാട്ടിൽ നടന്നത്.
പൊയ്യ കമ്പനിപ്പടിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പഞ്ചായത്തിന്റെ ജനകീയ ഹോട്ടൽ പൊയ്യ സപ്ലൈകോയുടെ മുൻപിലുള്ള പഞ്ചായത്തിന്റെ സ്വന്തം കെട്ടിടത്തിലേക്ക് മാറി പ്രവർത്തനം ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് കുട്ടൻ, AS ശ്രീദേവി, പൊയ്യ CDS ചെയർപേഴ്സൺ സ്മിത VT എന്നിവർ സന്നിഹിതരായിരുന്നു. സംസ്ഥാന ബഡ്ജറ്റിൽ 75 ലക്ഷം രൂപ അനുവദിച്ച അന്നമനട കുടുംബി കോളനി സൈഡ് കെട്ടിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. മാള ബ്ലോക്ക് പ്രസിഡന്റ് സന്ധ്യ നൈസൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് മെമ്പർ OC രവി, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സിന്ധു ജയൻ, TK സതീശൻ, KK രവി നമ്പൂതിരി, KA ബൈജു തുടങ്ങിയവർ സംസാരിച്ചു. മരുന്ന് വിൽപ്പനയുടെ മറവിൽ ലഹരി വിരുന്ന് വിൽപ്പന നടത്തിയ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് പിടിയിൽ. പരിങ്ങണ്ടൂർ സ്വദേശി ചീനിക്കര വീട്ടിൽ മോഹനൻ മകൻ മിഥുനെയാണ് 2 കിലോഗ്രാം കഞ്ചാവും 2 ഗ്രാം MDMAയുമായി എക്സൈസ് പിടികൂടിയത്. ബാംഗ്ലൂരിൽ നിന്നാണ് MDMA വാങ്ങിച്ചതെന്ന് മിഥുൻ സമ്മതിച്ചതായി എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. കുണ്ടൂർ മണ്ണമ്പുലാക്കുൽ ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ച് ഭഗവതിയെ സ്തുതിക്കുന്ന ഭക്തിഗാനങ്ങളുടെ ഓഡിയോ ലോഞ്ചിംഗ് താലപ്പൊലിയുടെ 1ാം ദിവസമായ ഫെബ്രുവരി 29 നടക്കും. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ഓഡിയോ ലോഞ്ചിംഗ് നടത്തുവാനാണ് നിശ്ചയിച്ചിരിക്കുന്നതെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രശസ്ത സിനിമാ ഗാനരചയിതാവ് IS കുണ്ടൂരിന്റെ വരികൾക്ക് ദിലീപ് ബാബു സംഗീതം പകർന്ന് ഗായകൻ മധു ബാലകൃഷ്ണൻ, സിത്താര കൃഷ്ണകുമാർ, ജയകുമാർ, ശോഭ ശിവാനി തുടങ്ങിയ ഗായകർ ആലപിച്ച ഗാനോപഹാര വിജയം P മേനോന്റെ ബാനറിൽ സമർപ്പിക്കുന്നത് മനോജ് രാജശേഖരനാണ്. അന്നേ ദിവസം ഫോക്ലോർ അക്കാദമി ഗുരുപൂജ പുരസ്കാരം നേടിയ മുടിയേറ്റ് കലാചാര്യൻ വാരനാട്ട് ശങ്കരനാരായണ കുറുപ്പിനെ ആദരിക്കുമെന്ന് പൂമേലിൽ മോഹനൻ, KN മനോഹരൻ, AT അഭിലാഷ്, K ഉമേഷ് എന്നിവർ അറിയിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ദേശീയപാത 66 കയ്പമംഗലം കൊപ്രക്കളത്ത് അടിപ്പാത അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ്, പഞ്ചായത്ത് അംഗങ്ങളായ റസീറ, ഷാഹുൽ ഹമീദ്, PMS അബീദിൻ, സാജിദ പുതിയ വീട്ടിൽ, സമരസമിതി ജനറൽ കൺവീനർ PK മുഹമ്മദ്, വർക്കിംഗ് ചെയർമാൻമാരായ CJ പോൾസൺ, BS ശക്തിധരൻ, ട്രഷറർ KA ബഷീർ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ TP രഘുനാഥ്, KK സക്കറിയ, മുഹമ്മദ് ചാമക്കാല, ഉസ്മാൻ, മണി കാവുങ്ങൽ, PD സജീവ്, ഉമറുൽ ഫാറൂഖ് തുടങ്ങിയവർ സംസാരിച്ചു. CPI കയ്പമംഗലം മേഖല ജനറൽ ബോഡി കാളമുറി നോബിൾ പാലസിൽ നടന്നു. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം VA കൊച്ചുമൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. KP സന്ദീപ്, TN തിലകൻ, MD സുരേഷ്, സായിദ മുത്തുക്കോയ തങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് മെയിൻ്റനൻസ് വർക്കുകളുടെ പൂർത്തീകരണ ഉദ്ഘാടനവും സ്നേഹിത അറ്റ് സ്കൂൾ പ്രൊജക്ടിന്റെ ഉദ്ഘാടനവും സ്കിൽ ഷെയർ പ്രൊജക്ടിലെ ഉൽപ്പന്ന കൈമാറ്റവും നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ ഉദ്ഘാടനം നിർവഹിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PK സുകന്യ അധ്യക്ഷത വഹിച്ചു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായിദ മുത്തുക്കോയ തങ്ങൾ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ER ഷീല എന്നിവർ മുഖ്യാതിഥികളായി. പുല്ലൂറ്റ് വടക്കുംപുറം പാറയ്ക്കൽ ശ്രീധർമ്മ ദേവക്ഷേത്രത്തിലെ ക്ഷേത്രോത്സവം വെള്ളി ശനി ദിവസങ്ങളിലായി തന്ത്രി ചക്കാമ്പറമ്പിൽ ഗിരീഷ് ശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു. ആഘോഷങ്ങളുടെ ഭാഗമായി ഗണപതി ഹവനം, നടക്കൽപ്പറ, കളമെഴുത്തുംപാട്ട്, നിർമാല്യ ദർശനം, എഴുന്നള്ളിപ്പ്, ഗുരുതി തർപ്പണം എന്നിവ നടന്നു. പ്രസിഡന്റ് PV ലിൻജോയ്, സെക്രട്ടറി PC പീതാംബരൻ, ട്രഷറർ PB ബിജു എന്നിവർ നേതൃത്വം നൽകി. പടിഞ്ഞാറെ വെമ്പല്ലൂർ എടമുട്ടത്ത് ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിലെ ഉത്സവം ആഘോഷിച്ചു. രാവിലെ ഗണപതി ഹവനം, ഉഷപൂജ, വൈകിട്ട് കാഴ്ചശീവേലി, ദീപാരാധന, അത്താഴപൂജ എന്നിവ നടന്നു. ചടങ്ങുകൾക്ക് അഴിക്കോട് ശ്രീനിവാസൻ തന്ത്രികൾ കാർമ്മികത്വം വഹിച്ചു.
MES യൂത്ത് വിംഗ് തൃശൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച കാരുണ്യ സ്പർശം സോദരിക്കൊരു സൈക്കിൾ വിതരണം തൃശൂർ ജില്ലാ കലക്ടർ കൃഷ്ണതേജ നിർവഹിച്ചു. ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട നിർധനരായ 41 കുട്ടികൾക്കാണ് കൊടുങ്ങല്ലൂർ പോലീസ് മൈതാനിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ജില്ലാ കലക്ടർ സൈക്കിൾ സമ്മാനിച്ചത്. കുട്ടികളുടെ പഠനാവശ്യങ്ങൾക്കായി സഹായിക്കുമ്പോഴാണ് കാരുണ്യ പ്രവർത്തനങ്ങൾ യഥാർത്ഥ തലങ്ങളിലേക്ക് എത്തുകയെന്നും MESന്റെ പ്രവർത്തനങ്ങളിൽ വർഷങ്ങളായി അനുഭവ പങ്കാളിയാണ് താനെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന ജനറൽ സെക്രട്ടറി KK കുഞ്ഞുമൊയ്തീൻ മുഖ്യപ്രഭാഷണം നടത്തി. കടുത്ത വേനലിൽ ഓരോ ദിവസവും ചൂട് കൂടി വരുന്ന സാഹചര്യത്തിൽ വാട്ടർ ബെൽ മുഴക്കി വിദ്യാർത്ഥികളെ വെള്ളം കുടിക്കാൻ ഓർമ്മപ്പെടുത്തുന്നതിനോടൊപ്പം ഓരോ വിദ്യാലയ മുറ്റത്തും പക്ഷികൾക്ക് വെള്ളം കുടിക്കുവാനുള്ള ഒരിടം സൃഷ്ടിക്കണമെന്ന് ET ടൈസൺ MLA ആവശ്യപ്പെട്ടു. P. വെമ്പലൂർ ഗവൺമെന്റ് ഫിഷറി LP സ്കൂളിൽ പറവകൾക്കൊരിറ്റ് കുടിനീര് എന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MLA. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ പ്രകാശിനി മുല്ലശ്ശേരി, PTA പ്രസിഡന്റ് അൻസിൽ പുന്നിലത്ത്, മദർ PTA പ്രസിഡന്റ് കൃഷ്ണേന്ദു, BRC കോർഡിനേറ്റർ CR ആദി, പ്രധാന അധ്യാപിക VS ശ്രീജ തുടങ്ങിയവരും സംസാരിച്ചു. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ പറവൂർ ഏരിയ സമ്മേളനം നടന്നു. ADA പ്രസിഡന്റ് ഡോക്ടർ AS അഫ്സൽ അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗം രമേശ് ഗോപിനാഥ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ADA സെക്രട്ടറി ലോറൻസ് ആന്റോണിയ അൽമേഡിയ, ട്രഷറർ N. ബെൻസി, LDF എറണാകുളം ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി KJ ഷൈൻ, സുമേഷ്, സുനിൽകുമാർ, ഷാജിമോൻ സിജോ എന്നിവർ സംസാരിച്ചു. സമ്മേളനാന്തരം മുനിസിപ്പൽ പാർക്കിൽ നടന്ന പൊതുസമ്മേളനം CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി TR ബോസ് ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യം, മതേതരത്വം, വർഗീയത എന്ന വിഷയത്തെപ്പറ്റി ഡോക്ടർ രാജ ഹരിപ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി. തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ നടപ്പിലാക്കി വരുന്ന ക്യാൻസർ നിർണയ ക്യാമ്പ് കൊടകര കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടത്തി. ക്യാമ്പ് ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു. പദ്ധതിയുടെ ജില്ലാ നോഡൽ ഓഫീസറായ PK രാജു പദ്ധതി വിശദീകരണം നടത്തി. കൊടകര ഗ്രാമപഞ്ചായത്തിന്റെ വികസന മുരടിപ്പ് ആരോപിച്ചും പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചതിനെതിരെയും കോൺഗ്രസ് കൊടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. കോൺഗ്രസ് കൊടകര മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ടൗൺ ചുറ്റി പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ സമാപിച്ചു. തുടർന്ന് നടത്തിയ ധർണ UDF ജില്ലാ ചെയർമാൻ MP വിൻസൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് കൊടകര മണ്ഡലം പ്രസിഡന്റ് VM ആന്റണി അധ്യക്ഷത വഹിച്ചു. INTUC ജില്ലാ ജനറൽ സെക്രട്ടറി MK ഷൈൻ, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ സദാശിവൻ കുറുവത്, വിനയൻ തോട്ടാപ്പള്ളി, കോടന നാരായൺ കുട്ടി, E. ഗിരീശൻ, ഡൽജിത്ത്, രഞ്ജിത്ത് VR, ജസ്റ്റിൻ ഡൊമിനിക്, ജോസ് കൊച്ചക്കാടൻ, CB ആൻഡ്രു, ബാബു കൊട്ടേക്കാട്ടുകാരൻ, ജോയ് ചെമ്പകശ്ശേരി, പഞ്ചായത്ത് മെമ്പർമാരായ പ്രനീല ഗിരീശൻ, ബിജി ഡേവിസ്, ഷീബ ജോഷി എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. ചാലക്കുടി നഗരസഭയുടെ അന്തിമ ടൗൺ മാസ്റ്റർ പ്ലാൻ നഗരസഭയ്ക്ക് കൈമാറി. ഇതോടെ നഗരസഭ അതിർത്തിക്കുള്ളിലെ മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങളും വികസന പദ്ധതികളും നടപ്പിലാക്കുക ഈ മാസ്റ്റർ പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ. തൊഴിൽ രഹിതരായ യുവതിയുവാക്കൾക്ക് തൊഴിൽ ലഭിക്കുന്നതിനായി ആഴ്ചതോറും ജോബ് ഡ്രൈവ് നടത്തുമെന്ന് ജില്ലാ എംപ്ലോയ്മെന്റ് അധികൃതർ. ആദ്യപടിയായി ഫെബ്രുവരി 29-ന് മാള കാർമൽ കോളേജിൽ നിയുക്തി ജോബ് ഫെയർ സംഘടിപ്പിക്കും. കൊടകരയിൽ സ്കൂട്ടർ നിയന്ത്രണം വിട്ടിടിച്ച് മറിഞ്ഞ് സ്കൂട്ടർ യാത്രികനായ വിദ്യാർത്ഥി മരിച്ചു. തൃക്കൂർ മെച്ചൂർ വീട്ടിൽ സുരേഷ് കുമാറിന്റെ മകൻ കൃഷ്ണപ്രസാദാണ് മരിച്ചത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.